ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അധികം മൂത്തൊന്നും പോകാത്ത വെണ്ടയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഒരുപാട് കട്ടിയില്ലാതെ കുറച്ച് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരുപാട് നീളത്തിൽ വേണ്ട, ഇത് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ മതി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവോള അരിഞ്ഞത് വേണം, കുറച്ച് കൊച്ചുള്ളി വേണം, നമ്മുടെ വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞു ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയും കൂടെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് മാത്രം ചേർത്ത്, എരിവിന് പച്ചമുളക് മാത്രം ചേർത്ത് വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. മസാല എന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി പൗഡറും മീറ്റ് മസാലയും കുറേശ്ശെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വഴലണ്ട, ഒരുവിധം ഒന്ന് വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇളക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വഴുവഴുപ്പൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി, ഇതുകൂടാതെ നമ്മൾ മീറ്റ് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് പച്ചമണം മാറുന്നോളം വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. മീറ്റ് മസാല ചേർത്തില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ മുളക് പൊടി അതനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ കണക്കാക്കി മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി മിക്സാക്കിയാൽ മതി. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വാങ്ങാൻ നേരത്ത് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മെഴുക്കുവരട്ടിക്ക് കിട്ടുന്നത്. അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇളക്കി വാങ്ങിയാൽ മതി. അടിപൊളി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.